ദാനം ചെയ്യുന്ന പോലെ തന്നെ കൂലിയാണ് ഒരാൾക്ക് കടം കൊടുക്കുന്നത്. മാ മിൻ മുസ്ലിമിൻ യുഖ്രിദു മുസ്ലിമൻ ഖർദാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഒരു മുസ്ലിമിന് നിങ്ങളൊരു കടമായി നൽകുകയാണെങ്കിൽ 2 തവണ കൊടുത്തു 1000 വെച്ചിട്ട്, ആ ഒരു തവണ നിങ്ങൾ നൽകിയത് ദാനം ചെയ്ത കൂലിയാണ്. റസൂലുള്ളാഹി നിങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ 2 തവണ കടം കൊടുത്താൽ അതിലൊന്ന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അത് നിങ്ങളുടെ ഹക്കാണ്, നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം. എന്നാൽ പോലും ദാനത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. വമൻ അൻളറ മുഅ്സിറൻ, പൈസ നിങ്ങൾ കടം കൊടുത്തു, പക്ഷെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല, പ്രയാസത്തിലാണ്. അങ്ങനെ പ്രയാസത്തിലുള്ള ഒരാൾക്ക് നിങ്ങൾ സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുകയോ ഔ വളഅ അൻഹു, അല്ലെങ്കിൽ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കടം നിങ്ങൾ വൈവ് ഓഫ് ചെയ്യുകയോ ചെയ്താൽ, ഒഴിവാക്കി കൊടുത്താൽ, അദല്ലഹുല്ലാഹു ഫീ ദുല്ലിഹി യൗമ ലാ ദുല്ല ഇല്ലാ ദുല്ലഹ്, അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഹ്ശറയുടെ മൈതാനത്ത് അല്ലാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുതലാളിമാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അവരിന്ന് കടം വാങ്ങിച്ചു പോയവർ പ്രയാസത്തിലാണെങ്കിൽ, അവർക്കത് വീട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് വേറെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുണ്ടോ? 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ അവർക്ക് തരാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കുക, അല്ലേ നിങ്ങൾ തരേണ്ടതില്ല എന്ന് പറയാ. ഇത് 2നും കൂലിയാണ്. നിങ്ങൾക്ക് തരേണ്ട ദാനം, നിങ്ങളുടെ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ട് ആ മനുഷ്യൻ നിങ്ങൾക്കത് തിരിച്ചു തന്നില്ലെങ്കിൽ, ഏറെ വരുന്ന ഓരോ ദിവസവും ആ കൊടുത്ത പൈസ നിങ്ങൾ ദാനം ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നും പരിശുദ്ധ ഹദീസിലുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഇന്നലെയായിരുന്നു, ആള് തന്നില്ല. 1 ലക്ഷം രൂപ നിങ്ങൾ കടം കൊടുത്തത്, അത് ഇന്നലെ കിട്ടേണ്ടതാ, കിട്ടിയില്ല. ഇന്നു മുതൽ എത്ര ദിവസം അത് ഡിലേ വരുന്നോ ആ ഓരോ ദിവസവും 1 ലക്ഷം നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്ത കൂലിയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.